ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. ഞാൻ ഉറങ്ങുകയാണെന്നല്ല, ഞാൻ ഉറങ്ങാനായിട്ട് പോവുകയാണെന്നാണ്. ഇത് നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളിലൊന്നാണ്. ഇത് നമ്മൾ കുറച്ച് മുമ്പ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് കണ്ടു. ഇത് ഏത് ടെൻസാണ്? ഇതിലെ വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് ഉള്ളത്? പ്രോനൗണുണ്ട്, വേർബുണ്ട്. ഞാൻ എന്നുള്ള പ്രോനൗണുണ്ട്, ഉറങ്ങുക എന്നുള്ള വേർബുണ്ട്. പുതിയൊരു സംഭവം ഇൻഫിനിറ്റീവ്. ടു അതിന് ശേഷം വേർബ് ചേർക്കുന്ന. സാധാരണ നമ്മൾ ഐ എം ഗോയിങ് ടു സ്കൂൾ നൗണാണ്. ഇവിടെ ടു റൈറ്റ്, ടു സ്കേറ്റ്, ടു സീ, ടു സ്റ്റോപ്പ്, ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ള അർത്ഥത്തിൽ. ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ മാത്രമല്ല, വേറെ രീതിയിൽ ഉപയോഗിക്കും. അതിനാണ് ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്. ഇത് ടെൻസ് ഏതാണ്? ആം, ഈസ് അല്ലെങ്കിൽ ആർ ചേർക്കുക, ഫസ്റ്റ് ഫോം ചേർക്കുക, ഐ എൻ ജി ചേർക്കുക. അപ്പോൾ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് തന്നെയാണ്. ഇനി ഇതിൻ്റെ അകത്ത് ഒരു ഓക്സിലറി വേർബ് വരുന്നുണ്ട്, ആം. ഐ ആം ഗോയിങ് ടു സ്ലീപ്പ്. അത്രേ ഉള്ളൂ. ഐ ആം ഗോയിങ് ടു സ്ലീപ്പ്. ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. മനു കരയാൻ പോവുകയാണ്. മനു കൊച്ചായിരിക്കും, കരയാൻ തുടങ്ങുക എന്നുള്ള അർത്ഥത്തിലായിരിക്കും. ഇതിലെന്തൊക്കെയാണ് വന്നിരിക്കുന്നത്? ഒരു നൗണുണ്ട്, അത് മനുവാണ്. കരയുക എന്നുള്ള വേർബും ഉണ്ട്. പിന്നെ ഗോയിങ് ടു ക്രൈ, അല്ല പോവുക, കരയാനായിട്ട് പോവുകയാണെന്നുള്ള വേർബുണ്ട്. ടു ക്രൈ എന്നുള്ള ഇൻഫിനിറ്റീവും ഉണ്ട്. മനു ആയതുകൊണ്ട് ഏതായിരിക്കും ഓക്സിലറി വെർബ് വരിക? നമുക്കറിയാം, ഈസ് ആണ്. പ്രസൻറ്റ് കണ്ടിന്യൂസിൽ തന്നെയാണ് ഈ സെൻറ്റൻസും വരുന്നത്. സെൻറ്റൻസ് എങ്ങനെയായിരിക്കും വരിക? മനു ഈസ് ഗോയിങ് ടു ക്രൈ. ഇതേ അവൻ കരയാൻ പറഞ്ഞിട്ട്, മനു ഈസ് ഗോയിങ് ടു ക്രൈ, ഇപ്പം കരയും എന്ന് പറയില്ലേ, അതുപോലെ. ഒരു സെൻറ്റൻസ് കൂടെ നമുക്ക് നോക്കാം. അവർ ഓടാൻ പോവുകയാണ്. അവർ ഓടാനായിട്ട് റെഡി ആയിട്ട് ഓണിയർ മാർക്ക് എന്ന് പറഞ്ഞ് സെറ്റായിട്ട് നിൽക്കുകയാണ്. അവർ ഓടുകയാണെന്നല്ല. അപ്പം അവർ എന്നുള്ള ദേ എന്നുള്ള പ്രോനൗണുണ്ട്, ഓടുക എന്നുള്ള വേർബുണ്ട്. ഇതിൽ വന്നിരിക്കുന്നത് അവർ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ആറാണെന്നറിയാം. ഇതിൽ വന്നിരിക്കുന്ന ഇൻഫിനിറ്റീവ് എന്താണ്? ടു റൺ. ടു റൺ എന്നാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് തന്നെയാണ് ഇതും. ആ സെൻറ്റൻസ് എങ്ങനെ വരുമെന്ന് നിങ്ങൾക്കിപ്പോൾ ഊഹിക്കാൻ പറ്റി കാണും. ദേ ആർ ഗോയിങ് ടു റൺ. അവർ ഓടാൻ പോവുകയാണ്.